ഹലോ എവറി വൺ. ഉയർച്ചയുടെ പടവുകൾ എന്ന കഥയുടെ മൂന്നാമത്തെ പാർട്ടിലേക്ക് കടക്കാം. എന്താടി, നിന്റെ നാക്കിറങ്ങിപ്പോയോ? മൊബീനയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ഇനി മേലിൽ നിങ്ങൾ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എനിക്ക് ഡിവോഴ്സ് തരണം. അവളുടെ വാക്കുകൾ അയാളുടെ കാതിലേക്ക് തുളച്ചു കയറി. പൂച്ചയെപ്പോലെ പതുങ്ങി നിന്ന പെണ്ണാണ്. ഒരിക്കൽ പോലും തന്നോടോ കുടുംബത്തോടോ എതിർത്ത് സംസാരിച്ചിട്ടില്ല. ഉമ്മ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇവളെന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് തന്നെ ഉമ്മാൻ്റെ നിർബന്ധപ്രകാരം ഷാനവാസ് നാട്ടിലേക്കെത്തി. എൻ്റെ ഉമ്മ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ തിരികെ കൊണ്ടുവരില്ല. അവളുടെ കാല് പിടിച്ച് കൊണ്ടുവരാനൊന്നും എനിക്ക് കഴിയില്ല. അവൾ എന്നോട് തർക്കിക്കാൻ തുടങ്ങിയിരിക്കുക. ഇനി എനിക്ക് അവളെ വേണ്ട. അല്ലേലും ഉമ്മാക്ക് വേണ്ടിയാ ഞാൻ അവളെ കല്യാണം കഴിച്ചത്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്ക് അവളെ വേണ്ടെന്ന്. ഷാനവാസ് മുഖം തിരിഞ്ഞു നിന്നു. എൻ്റെ ഷാനി, നിനക്കവളെ വേണ്ടാതായത് ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ. കെട്ടിക്കൊണ്ട് വന്നപ്പോഴേ നിനക്കവളെ വേണ്ട. പക്ഷേ അവളിവിടെ വന്ന അന്ന് തൊട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ വീട്ടിലെ എല്ലാ അവസ്ഥകളും നോക്കുന്നതും ചെയ്യുന്നതും അവളായിരുന്നു. നീ അവിടെ പെണ്ണും കെട്ടി സൂഹിച്ച് നിൽക്കുമ്പോൾ ഇവിടെ നാട്ടിൽ എനിക്കാരാ ഉള്ളത്? വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വയസ്സായ എനിക്ക് പറ്റുമോ? ഇപ്പോൾ ബുദ്ധിമുട്ടിലായത് ഞാനാണ്. എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. ഇത്രയും വലിയ വീട്ടിൽ ഞാനൊരാൾ ഒറ്റയ്ക്ക് എങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നത്? റാബിയ മകനെ പറഞ്ഞ് മനസ്സിലാക്കി മൊബീനയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഹമീദിൻ്റെ വീട്ടുമുറ്റത്ത് ഷാനവാസിൻ്റെ കാറ് വന്ന് നിന്നു. അയാൾ പതിയെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഉമ്മറത്ത് ഫോണിൽ നോക്കിക്കൊണ്ട് ഷമീർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഷാനവാസിനെ കണ്ടതും ഷമീർ കസേരയിൽ നിന്നും എഴുന്നേറ്റു. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എൻ്റെ ഇത്ത നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അവൻ ശാന്തമായി തന്നെ അയാളോട് സംസാരിച്ചു. ഷമീറെ, ഞാനൊരു തർക്കത്തിന് വന്നതല്ല. നീ മൊബീനാനെ വിളിക്ക്, എനിക്ക് അവളോട് സംസാരിക്കണം. ഷാനവാസ് മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു. അളിയ, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് ബഹുമാനത്തോടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് നിങ്ങൾ വേഗം വന്ന വഴിക്ക് പോവാൻ നോക്ക്. ഷമീർ അയാൾക്ക് നേരെ അല്പം കടുപ്പിച്ച് വിരൽ ചൂണ്ടി. മുൻവശത്തെ ബഹളം കേട്ട് മൊബീനയും ഉമ്മയും അങ്ങോട്ടേക്ക് വന്നു. മോനെ, നീയൊന്നും പറയണ്ട. അയാൾക്ക് എന്നോടെന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്? പറയട്ടെ, എന്താണെങ്കിലും പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ. മൊബീന മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നു. ഷാനവാസ് അത്ഭുതത്തോടെ അവളെ തറപ്പിച്ചു നോക്കി. ഇവൾ ഇത്രയും കടുപ്പത്തിൽ സംസാരിക്കുന്നത് 8 വർഷമായി താൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾക്കെന്നോട് എന്താ പറയാനുള്ളത്? അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഷാനവാസ് ഒരു നിമിഷം എന്തു പറയണമെന്ന് ആലോചിച്ചു. മൊബീന, ഒരെടുത്തുചാട്ടത്തിന് നീ ഇപ്പോൾ ചെയ്യുന്നത് വലിയ മണ്ടത്തരാണ്. ഭർത്താവില്ലാതെ സ്വന്തമായൊരു പെണ്ണിന് നാട്ടിൽ ജീവിക്കാൻ വലിയ പാടാണ്. നിനക്കവിടെ എന്തിൻ്റെ കുറവാണ് ഉള്ളത്? ഭക്ഷണമില്ലേ? വസ്ത്രമില്ലേ? എല്ലാ സൗകര്യങ്ങളും ഉള്ള മാളിക പോലൊരു വീടില്ലേ? പിന്നെ എന്തിനാ നീ ഇപ്പോൾ ഇവിടേക്ക് വന്ന് നിൽക്കുന്നത്? വന്ന് വണ്ടിയിൽ കയറ്, നമുക്ക് പോവാം. അയാൾ കഴിവിൻ്റെ പരമാവധി സൗമ്യമായിക്കൊണ്ട് തന്നെ അവളോട് പറഞ്ഞു. മുബീനയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അവളുടെ നെഞ്ച് വിതുമ്പി. നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളുടെ മാളികയിൽ നിങ്ങളുടെ ഭക്ഷണം കിട്ടുമെന്ന് കരുതി കാലാകാലവും എന്നെ വിഡ്ഢിയാക്കാമെന്നോ? ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. നിങ്ങളുടെ ഉമ്മാക്ക് കൂട്ടിനാളില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചത്. വീട്ടിലൊരു വേലക്കാരിക്ക് പകരം നിങ്ങൾ എന്നെ കണ്ടു. എനിക്കാവുമ്പോൾ ശമ്പളവും വേണ്ടല്ലോ. അതെനിക്ക് പ്രശ്നമല്ല. ഏത് ജോലി ചെയ്യാനും ഞാൻ ഇതുവരെ ഒരു മടിയും കാണിച്ചിട്ടില്ല. നിങ്ങൾ നോക്കിയതിനേക്കാൾ നന്നായി നിങ്ങളുടെ ഉമ്മാനെ ഞാൻ നോക്കിയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ആരും അല്ലായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനിയും എന്നെ വെട്ടിയാക്കാൻ നോക്കണ്ട. അവൾ തിരിഞ്ഞ് ഉമ്മറത്തേക്ക് തന്നെ കയറാൻ തുടങ്ങി. എടീ, നീ എന്താടി കരുതിയത്? ഞാൻ നിൻ്റെ കാല് പിടിക്കുന്നോ? അതിനെൻ്റെ പട്ടി വരും. ഇപ്പം തന്നെ ഉമ്മാൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ വന്നത്. ഒരു 5 പൈസയുടെ പോലും വാല്യൂ ഇല്ലാത്ത നിന്നെയൊക്കെ ആർക്ക് വേണം? ഷാനവാസ് ദേഷ്യത്തോടെ അവിടെ നിന്നും കാറിലേക്ക് കയറി തിരികെ പോയി. വിങ്ങുന്ന ഹൃദയവും മനസ്സുമായി മൊബീന അകത്ത് ചുവരിൻ്റെ മറവിലേക്ക് നിന്ന് വിതുമ്പിക്കരഞ്ഞു. ഉയർച്ചയുടെ പടവുകൾ അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.